إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم أليم സൂറ മറിയം 37-ാമത്തെ ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, അവർക്കിടയിൽ നിന്നും കക്ഷികൾ വേർപിരിഞ്ഞു, വിവിധ കക്ഷികളായി പിരിഞ്ഞു. ആർക്കിടയിൽ നിന്നും? ബനി ഇസ്രായേലുകളിൽ നിന്ന്, അഹ്ലുൽ കിതാബിൽ നിന്നും അവർ വിവിധ കക്ഷികളായി വേർപിരിഞ്ഞു. യഹൂദ മതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം വേർപിരിഞ്ഞു, ക്രൈസ്തവ മതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം വേർപിരിഞ്ഞു, ക്രൈസ്തവ മതത്തെ തന്നെ വിവിധ വിഭാഗങ്ങളായി പിന്നീട് അവർ വേർപിരിഞ്ഞു. ഇതൊക്കെയാണ് വിശദീകരിക്കുന്നത്. കാരണം അവർക്ക് യാതൊരു പിടുത്തവുമില്ല, അവർ പിടിവിട്ടിരിക്കുകയാണ്. സന്മാർഗത്തുനിന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ കക്ഷിത്വങ്ങളുടെ മേൽ കക്ഷിത്വങ്ങളായി അങ്ങനെ വിവിധ കക്ഷികളായി വിധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുന്നത്. ഫവൈലുൽ ലില്ലദീന കഫറൂ, അപ്പോൾ അവിശ്വസിച്ചവർക്ക് തന്നെയാണ് നാശം. മിൻ മശ്ഹദി യൗമിൻ അലീം, യൗമുൻ അലീം എന്ന് പറഞ്ഞാൽ ആ മഹത്തായ ദിവസം, അതായത് മഹ്ശറ വൻസഭയാണ് അല്ലാഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മഹ്ശറയെ അനുഭവിക്കുന്ന ദിവസം, ആ മഹ്ശറ വൻസഭയെ കാണുന്ന കാഴ്ചയിൽ കാണുന്ന ആ ദിവസം ആ അവിശ്വാസികൾക്ക് തന്നെയാണ് നാശം എന്ന് പറഞ്ഞാൽ നഷ്ടം, അവർക്ക് നഷ്ടമാണ്. അവർ നരകാവകാശികളായി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തിരുത്തേണ്ടവരൊക്കെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തിരുത്തണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപദേശിക്കുന്നത്. അവർക്കുള്ള സദുപദേശം. പക്ഷെ അവർ അത് ചെവിക്കൊള്ളാൻ തയ്യാറല്ല. അതാണ് ഇത്തരം ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നത്. സത്യമായി മനസ്സിലാക്കി സൽപന്ഥാവിൽ നിലകൊള്ളുന്ന, സത്യദീനിൽ നിലകൊള്ളുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി.